ഐ അപ്പോളജൈസ്. എനിക്ക് കൂടപ്പിറപ്പുകളില്ല, അനിയന്മാരും അനിയത്തിമാരും ആരുമില്ല. നിങ്ങളെ കാണാതായപ്പോ മുതല് എനിക്ക് എന്റെ സ്വന്തം 2 കുട്ടികൾ നഷ്ടപ്പെട്ടതുപോലെയുള്ള ടെൻഷനായിരുന്നു. നിങ്ങളുടെ ഫീലിംഗ്സിനെ പറ്റി ഞങ്ങൾക്കറിയാം. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല, കാര്യം പറഞ്ഞാൽ മതി. ഓക്കെ. നിങ്ങൾ തിരിച്ചു വരുന്ന വിവരം പോലീസ് അറിയുന്നില്ല, പത്രങ്ങൾ അറിയുന്നില്ല. അങ്ങ് വന്നതിന് ശേഷം മാത്രമേ നിങ്ങളുടെ പേരൻസിനെ പോലും അറിയിക്കുന്നുള്ളൂ. പിന്നെ ഒരു തരത്തിലുള്ള പണിഷ്മെന്റ്സും കൂടാതെ, ഒരു എക്സ്പ്ലനേഷൻ പോലും ചോദിക്കാതെ നിങ്ങളെ തിരിച്ചെടുക്കണമെന്ന മാനേജ്മെന്റിന്റെ തീരുമാനം. സ്കൂൾ റീഓപ്പണിങ്ങിന് യാതൊരു ഒച്ചപ്പാടും ബഹളവും കൂടാതെ നിങ്ങൾ 2 ആൾ സ്കൂളിലുണ്ടാവും. നിങ്ങളും. ഓ, എന്നെ തോൽപ്പിക്കാനാണോ? എന്നെ വിട്ട് കളഞ്ഞേക്കോ. ഞാൻ അപ്പോളജൈസ് ചെയ്തതിന് അതിന് വേണ്ടിട്ടല്ലേ. നിങ്ങളുടെ ഒരു കാര്യത്തിനും ഞാൻ ഒന്നിനും വരുന്നില്ല, നല്ലതിനും ചീത്തയ്ക്കും. കള്ളം. നിങ്ങളിപ്പോ ഇത് പറയും. അവിടെ കിട്ടിയാൽ ചാടിപ്പോയിട്ട് തിരിച്ചു പിടിച്ച 2 ക്രിമിനൽസിനായിട്ട് അടയ്ക്കും പോലെ ഞങ്ങൾ അവിടെ അടയ്ക്കും. എന്നിട്ട് നിങ്ങളുടെ ക്രൂലിറ്റിയും സാഡിസും എല്ലാം ചേർത്ത് ഞങ്ങളായിട്ട് കഷ്ടപ്പെടുത്തും. നിങ്ങൾ ചെയ്യും. കഴിയില്ല നിങ്ങൾ. ട്രാപ്പിൽ പെടുത്തി കൊണ്ടുപോകാൻ വന്നേക്കുന്ന ബീച്ച്. കുട്ടി കൺഫ്യൂസ്ഡ് ആവണ്ട. സാലിയുടെ സ്വഭാവം അങ്ങനെയാ. ദേഷ്യം മാറുമ്പോ അഭിപ്രായവും മാറും. ഇപ്പൊ എന്നെ മാത്രമായിട്ട് കണ്ടതുകൊണ്ട് ഇത്രയും ദേഷ്യവും അവിശ്വാസവും. നാളെ രാവിലെ ഹെഡ് മിസ്ട്രസ് എന്നെ നേരിട്ട് വന്ന് പറയുമ്പോ കാര്യങ്ങൾ കൺവിൻസ്ഡ് ആയിക്കൊള്ളും. കുട്ടി പോരെയല്ലേ? അതെ. ഷുവറാണല്ലോ? ഗുഡ്. നാളെ രാവിലെ ഞങ്ങൾ വരാം, ഞാൻ ഹെഡ് മിസ്ട്രസ് ഒക്കെ ആയിട്ട്. അതിനിടയ്ക്ക് സാലിയുടെ ദേഷ്യം ഒന്ന് തണുപ്പിക്കേണ്ട ജോലി നിമ്മിക്കാം. താങ്ക് യു. നല്ല കുട്ടി. കറക്റ്റ് ഡിസിഷൻ. ബോൾഡ്, ഇന്റലിജന്റ്. എനിക്ക് പേടി എന്നെ കണ്ടത് നിങ്ങൾ വേറെ എങ്ങോട്ടെങ്കിലും പറഞ്ഞു കളയുമോ എന്നുള്ളതായിരുന്നു. പറക്കുന്നില്ലല്ലോ? ഇല്ല. നോക്കിക്കോ, അടുത്ത വർഷം എന്റെ പെറ്റായിരിക്കും നിമ്മി. താങ്ക് യു. നിമ്മയുടെ ആൽബംസ് കുറെ ദിവസമായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്നു. പിന്നെ വാങ്ങിച്ചോളാം. ഇനി ഇതിനകത്ത് കിടന്ന ഫോട്ടോസ് എല്ലാം കേടണം. ഇപ്പൊ തന്നെ ഓയിലും കരിയൊക്കെ ആയി കാണും. നിമ്മിക്ക് ഇവിടുന്ന് നടന്നു പോകാനുള്ള ദൂരമല്ലേ ഉള്ളൂ. നടന്നോളൂ. അതോ ഞങ്ങളൊപ്പം പറഞ്ഞോ? വേണ്ട. ടീച്ചറെ ഞാൻ വിട്ടോളാം. ടീച്ചർക്ക് ഒരുപാട് വഴി പോകണ്ടല്ലേ? ഇവിടുന്ന് ഒരു 3.5 മണിക്കൂർ പിടിക്കും ടീച്ചറുടെ വീട്ടിലെത്താൻ, അല്ലേ? ഇങ്ങോട്ടും ടീച്ചർ ഹരിയേട്ടന്റെ ബൈക്കിലാണോ വന്നത്? അതെ. എങ്ങനെ അറിയാം? എന്ത്? ടീച്ചറിന്റെ വീട്. അതോ, അതൊക്കെ പിന്നെ പറയാം. എനിക്കറിയാം. ഹരിയേട്ടന്റെ ബൈക്കിലാണോ ടീച്ചർ ഇപ്പൊ തിരിച്ചു പോണത്? അതെ. കുട്ടിക്ക് കൂടുതൽ കൺഫ്യൂഷൻ വേണ്ട. കുറെ പ്ലസന്റ് ആയ ചുറ്റുപാടിൽ പറയാന്ന് വെച്ച് പറയാതിരുന്നാണ്. നിങ്ങളുടെ ടീച്ചറെ ഞാൻ മാരി ചെയ്യാൻ പോവാണ്. വിതൗട്ട് മച്ച് ഡിലേ. രജിസ്റ്റർ മാരേജ് ആയിരിക്കും. നിങ്ങൾ 2 ഉണ്ടാവണം സാക്ഷികളായിട്ട് ഒപ്പുവയ്ക്കാൻ. സാക്ഷികളാകാൻ വേറെ ആളെ കണ്ടുപിടിക്കണം. ഇവർക്കതിന് പ്രായം തികയില്ല. എന്റെ വീട്ടുകാരായിട്ട് കൂടിക്കൊണ്ടാ മതി, അനിയത്തിമാർ. രാവിലെ കാണാം.
നിന്റെ സാധനങ്ങൾ പാക്ക് ചെയ്യട്ടെ? വേണ്ട, 10:30 ട്രെയിനുണ്ട്. ഞാനില്ല. ഒരു കുട്ടി മിസ്സായാലും മതി, അവൾക്ക് തിരിച്ചു കയറാൻ പറ്റില്ല. നിമ്മി, 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 ഇത് ഞാനാണ്. വാതിൽ തുറക്ക്. നിമ്മി, നിമ്മി, ഇത് ഞാനാണ്. വാതിൽ തുറക്കാൻ. നിമ്മി, ഇത് ഞാനാണ്. വാതിൽ തുറക്കാൻ. നിമ്മി, നിമ്മി, ഇത് ഞാനാണ്. സാരിയാണ്. വാതിൽ തുറക്കാൻ. നിമ്മി, നിമ്മി, വാതിൽ തുറക്കാൻ. നിമ്മി, ഇത് ഞാനാണ്. നിമ്മി, വാതിൽ തുറക്കാൻ. നിമ്മി, open the door. നിമ്മി, നിമ്മി, വാതിൽ തുറക്കാൻ. നിമ്മി, ഇത് ഞാനാണ്. നിമ്മി, വാതിൽ തുറക്കാൻ. Open the door. നിമ്മി, നിമ്മി, ഇത് ഞാനാണ്. നിമ്മി, നിമ്മി, open the door. Open the door. ഇത് ഞാനാണ്. സാരിയാണ്. നീ വേണ്ടാത്ത എന്തെങ്കിലും ചെയ്തോ? നീ ഇത് കഴിച്ചോ? നീ ഇത് കഴിച്ചോ കുട്ടി? ഇല്ല. പിന്നെ കഴിച്ചെന്നെ. നീ ഇപ്പൊ വന്നില്ലായിരുന്നെങ്കിൽ. എന്താ നീ കാണിക്കാൻ തുടങ്ങിയത്? എന്തിനാ മോളെ നീ ഇത് ചെയ്യാൻ പോയത്? നീ കൂടി പോയപ്പോ ഞാനിങ്ങനെ പോവാ ഊട്ടി? നിന്നെ തനിച്ചാക്കിയിട്ട്
ഞാൻ എങ്ങോട്ട് പോവാൻ? ഞാൻ വിചാരിച്ചു ഞാൻ തനിച്ചായെന്ന്. അങ്ങനെ ആയാൽ തന്നെ ഇതാണ് ചെയ്യേണ്ടത്. വേറെ എന്തെല്ലാം വഴിയുണ്ട്? ഞാനില്ലേ നിന്റെ കൂടെ? ഇത്രയും കാലമായിട്ട് നിനക്കെന്നെ മനസ്സിലായില്ലേ നിമ്മി? സോറി. ധൈര്യമായിരിക്കെ, സമാധാനമായിട്ട് കിടന്നുറങ്ങ്. ഞാനുണ്ട് നിന്റെ ഒപ്പം, ഞാനുണ്ട്. എന്തോ ചിറ്റിക്കളി ഉണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. ഞാൻ അതുകൊണ്ട് തന്നെ രണ്ടാളെയും ക്ലോസ് ആയി വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ടിപ്പോ നിങ്ങൾ വന്ന് പറയുന്നവരെ ഒരു പിടിയും കിട്ടിയില്ല. അതല്ലേ അതിശയം? എന്നാൽ ഈ വിദ്വാനെങ്കിൽ ഒരു വാക്ക് പറയണ്ടേ? പറയാതിരുന്ന ഒരു കണക്കിന് നന്നായി. ഇവിടുന്ന് ചാടിപ്പോയിരുന്നെങ്കിലോ? അത് നേരെ. പാർട്ടീസിനെ ഉണർന്നിട്ടില്ലേ? അല്ലെങ്കിലും രണ്ടാൾക്കും രാവിലെ എഴുതിക്കാന്ന് പറഞ്ഞ മഹാദേഷ്യമാ. ഏയ് നിമ്മി, എഴുന്നേൽക്ക്. നേരം പുലർന്നു കുട്ടി. നിമ്മി,